Hi friends. ഇതിനു മുൻപുള്ള വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടർ മോട്ടറിന്റെ കൺസ്ട്രക്ഷനും ഓപ്പറേഷനും ഇൻസ്പെക്ഷനും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വയറിങ്ങിനെ കുറിച്ചും ശ്രദ്ധിക്കാം. പഴയ കാലഘട്ടം ഉണ്ടായിരുന്ന വയറിംഗ് മുതൽ പുതിയ കാലഘട്ടത്തിൽ വരുന്ന വയറിംഗിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാം. പക്ഷെ ഇത് ആക്ച്വലി ഒരു വയറിംഗ് ഡയഗ്രം അല്ല, നമ്മൾ മനസ്സിലാക്കിയ രീതിയിലുള്ള ഒരു വയറിംഗ് ആണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു വയറിംഗ് ഡയഗ്രാം പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വയറിംഗ് ഡയഗ്രാം തുറന്ന് പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് വയറിംഗ് മനസ്സിലാക്കാൻ പറ്റും. കാരണം പുതുതായിട്ട് വരുന്ന വാഹനങ്ങളിലെല്ലാം ഒരുപാട് കൺട്രോൾ മൊഡ്യൂളുകളുണ്ട്. ഓരോ കൺട്രോൾ മൊഡ്യൂളിന്റെയും ഇൻപുട്ടുകൾ അല്ലെങ്കിൽ സെൻസറിന്റെ ഇൻപുട്ടുകൾ കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ അതിന്റെ ഔട്ട്പുട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ഇൻപുട്ട് എന്നും എന്താണ് ഔട്ട്പുട്ട് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇത് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള വയറിംഗ് നോക്കിയതിന് ശേഷം തുടർച്ചയായി വരുന്ന വീഡിയോകളിൽ നമുക്ക് വയറിംഗ് ഡയഗ്രത്തെ കുറിച്ചും അല്ലെങ്കിൽ വയറിംഗ് ഡയഗ്രം എങ്ങനെയാണ് ഉപയോഗിക്കുക അത് മനസ്സിലാക്കിയ ശേഷം ആക്ച്വൽ വയറിംഗ് ഡയഗ്രത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇപ്പോൾ തൽക്കാലം നമ്മൾ പഠിച്ചു വെച്ച ആ കാര്യങ്ങളിൽ എങ്ങനെ ഒരു വയറിങ്ങിനകത്തേക്ക് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടർ മോട്ടറിന്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് മോട്ടോർ വർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഡയഗ്രാം അല്ലെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള 3 വീഡിയോയും കാണാനായിട്ട് ശ്രമിക്കുക. അത് കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഉപകാരപ്രദമാകും വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ സ്റ്റാർട്ടർ മോട്ടറിന്റെ ഈ പോർഷനെ കുറിച്ച് വർക്കിംഗ് കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഈ സ്റ്റാർട്ടർ മോട്ടറിന്റെ സ്വിച്ച് ടെർമിനലിലേക്ക് ഒരു 12 വോൾട്ടേജ് കിട്ടണം എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റാർട്ടർ മോട്ടർ എഞ്ചിനകത്ത് പിടിപ്പിക്കുമ്പോൾ തന്നെ അത് ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇതിലേക്ക് 12 വോൾട്ടേജ് കിട്ടാനായിട്ട് ആണ് അതിന് കൺട്രോൾ സർക്യൂട്ട് ഉള്ളത്. പഴയ കാലഘട്ടത്തിൽ വരുന്ന വണ്ടികളിൽ ECM അല്ലെങ്കിൽ കൺട്രോൾ മൊഡ്യൂളോ ഒന്നും ഇല്ലാത്ത, വലിയ ഇലക്ട്രോണിക്സും ഇല്ലാത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു ബാറ്ററിയിൽ നിന്ന് നമ്മുടെ കീയിലേക്ക് വരുന്നു. കീയില് ആക്സസറീസ്, ഇഗ്നിഷൻ ഓൺ, സ്റ്റാർട്ട്, ഓഫ് തുടങ്ങിയ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ക്രാങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ച് ഈ സ്റ്റാർട്ട് ഓപ്ഷനിലേക്ക് വരികയും 12 വോൾട്ടേജ് സപ്ലൈ ഈ ലൈനിലൂടെ വന്ന് ഒരു കണക്ഷൻ നേരെ ഈ വൈൻഡിങ്ങിലൂടെ വന്ന് ഗ്രൗണ്ട് ആവുന്നു. ഈ വൈൻഡിങ്ങിലൂടെ വന്നിട്ട് ഗ്രൗണ്ട് ആവുന്ന സമയത്ത് ഈ സ്വിച്ച് കോണ്ടാക്ട് ആവുകയും സ്വിച്ച് കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്വിച്ച് കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ ഈ 12 വോൾട്ടേജ് ഈ ബാറ്ററിയിൽ നിന്ന് 12 വോൾട്ടേജ് സപ്ലൈ നേരിട്ട് ഈ സ്റ്റാർട്ടർ മോട്ടറിലേക്ക് വരുന്നു. സ്റ്റാർട്ടർ മോട്ടർ ഈ കോയിലിൽ മാഗ്നറ്റ് ആവുകയും പിന്നെ ഇവിടെ നിന്നുള്ള ഹൈ ആംപിയർ കറണ്ട് സ്റ്റാർട്ടർ മോട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഏറ്റവും പഴയ ഒരു മെത്തേഡ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ആവണം എന്നല്ല, ഇതാണ് നമ്മുടെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ. ഇതിനെ നമുക്ക് ഓരോ മാനുഫാക്ചറേഴ്സിനും അവരുടെ ആവശ്യാനുസരണം എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ കൺട്രോളുകൾ വേണം എന്നതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് അമർത്തുമ്പോൾ മാത്രമാണ് എഞ്ചിൻ സ്റ്റാർട്ട് ആവാൻ പാടുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഒരു ബ്രേക്ക് സ്വിച്ചിനെ പിടിപ്പിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് സ്വിച്ചിനെ ഇവിടെ വെച്ച് പിടിപ്പിച്ചു. ഇതൊരു ബ്രേക്ക് സ്വിച്ച് ആണെന്ന് ഇരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ കീ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാലും എന്ത് സംഭവിക്കില്ല, കീ പിടിച്ച് തിരിച്ചാൽ റിലേ വർക്കാവും, പക്ഷെ റിലേയുടെ ഔട്ട്പുട്ട് സ്വിച്ചിലേക്ക് പോയില്ല, കാരണം നമ്മൾ ബ്രേക്ക് അമർത്തിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ബ്രേക്ക് അമർത്തിയാൽ മാത്രമേ സപ്ലൈ വരുള്ളൂ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വണ്ടികൾ നമുക്ക് എന്ത് പാർക്ക് ന്യൂട്രൽ സ്വിച്ച് എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇതുപോലെ ഓരോന്നും ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വയറിങ്ങിനകത്ത് ആ സിസ്റ്റത്തെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി പുതുതായിട്ട് വരുന്ന വാഹനങ്ങളിൽ എന്താ സംഭവിക്കുക നോക്കിക്കഴിഞ്ഞാൽ, ഈ ഗ്രൗണ്ട് നേരിട്ട് ഗ്രൗണ്ട് ആവുമല്ല, പക്ഷേ ഈ ഗ്രൗണ്ടിനെ ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക, ECM ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ECM എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നും ശ്രദ്ധിക്കാം. അപ്പോൾ ECM കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്താണ്, ECMനകത്ത് ഒരു ട്രാൻസിസ്റ്റർ ആണ് ഈ റിലേയുടെ ഗ്രൗണ്ട് പോയിന്റിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവണമെങ്കിൽ ഈ ECMന് കുറെ കാര്യങ്ങൾ അറിയണം. അതെന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. അപ്പൊ അതിന് ഒന്നാമത്തെ കാര്യം, ഈ എഞ്ചിൻ സ്റ്റാർട്ട് ആക്കാനായിട്ട് അല്ലെങ്കിൽ ക്രാങ്ക് ആക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ECM അറിയണം. അതിനെന്ത് വേണം, ECMലേക്ക് ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു വോൾട്ടേജ് സപ്ലൈ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, ഇത് ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു 12 വോൾട്ടേജ് സപ്ലൈ ഇവിടെ വരുന്നതിന്റെ ഫലമായിട്ട് ECM മനസ്സിലാക്കുന്നത് ക്രാങ്ക് ആക്കാൻ കസ്റ്റമർ അല്ലെങ്കിൽ ഡ്രൈവർ വണ്ടി ക്രാങ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ സ്റ്റാർട്ടർ മോട്ടറിന്റെ റിലേയുടെ ഗ്രൗണ്ട് പോയിന്റിലേക്ക് ഈ ECM ഗ്രൗണ്ട് കൊടുക്കും. അങ്ങനെ റിലേ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ ECM കൺട്രോൾ ചെയ്യാം. ഇനി എന്താണ്, എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ
ECM അറിയണം എഞ്ചിൻ സ്റ്റാർട്ട് ആയില്ല. അപ്പോൾ അതിനെന്താണ് മാർഗം? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CKP സെൻസറിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നത്. അപ്പോൾ CKP സെൻസറിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഒരു 500 RPM മുകളിൽ പോയി കഴിഞ്ഞാൽ ECM മനസ്സിലായി എന്ത് എഞ്ചിൻ സ്റ്റാർട്ട് ആയില്ല. ആ സമയത്ത് ഈ ഡ്രൈവർ കീ ഓൺ ആക്കി പിടിക്കുകയാണെങ്കിൽ പോലും എന്ത് സംഭവിക്കും, ECM എന്ത് ചെയ്യും, ഈ റിലേയുടെ ഗ്രൗണ്ടിനെ കട്ട് ചെയ്യുകയും അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ടർ മോട്ടോർ ഓഫ് ആകുകയും ചെയ്യും. ഈവൻ നമ്മൾ കീ പിടിച്ച് തിരിച്ചാലും സ്റ്റാർട്ടർ മോട്ടോർ ഓഫ് ആകും. അതുകൊണ്ടാണ് പുതുതായിട്ട് വരുന്ന വണ്ടികളിലൊക്കെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ഒന്നും കൂടി സ്റ്റാർട്ടർ മോട്ടോർ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ, കീ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടർ മോട്ടോർ വർക്കാവില്ല. ചില വണ്ടികളിൽ വർക്കാവുമായിരിക്കാം ഒരു പക്ഷേ മിക്കവാറും എല്ലാ വണ്ടികളിലും അങ്ങനെയാണ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ സിസ്റ്റം നമ്മൾ പഠിച്ച ആ ഇൻഫർമേഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള വയറിംഗ് ലേഔട്ട് മനസ്സിലുണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വയറിംഗ് ലേഔട്ട് ഉണ്ടാക്കിയ ശേഷം നമ്മൾക്ക് അറിയാവുന്ന ആ ഇൻഫർമേഷനെ വയറിംഗ് ഡയഗ്രത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ ഡയഗ്രാം മനസ്സിലാക്കാനും കുറച്ച് എളുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്യാനും സാധിക്കും. ഇനി ഇതിന് ശേഷം വരുന്നത് എന്താണ്, നമ്മൾ ഇമ്മൊബിലൈസർ ആഡ് ചെയ്തു. ഇമ്മൊബിലൈസർ ആഡ് ചെയ്തപ്പോൾ എന്താണ്, കീ കറക്റ്റ് ആയിട്ടുള്ള കീ ഇട്ടാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ ECM ഗ്രൗണ്ട് കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇമ്മൊബിലൈസർ മൊഡ്യൂളിൽ നിന്നുള്ള ഒരു സപ്ലൈ അല്ലെങ്കിൽ ഒരു സിഗ്നല് ECM കിട്ടണം. ഇത് ഇമ്മൊബിലൈസർ ഓക്കെ ആണ്, അല്ലെങ്കിൽ കീ ഓക്കെ ആണ്, കീ കറക്റ്റ് ആയിട്ടുള്ള കോഡഡ് ആയിട്ടുള്ള കീ ആണ്, പ്രോഗ്രാം ചെയ്തിട്ടുള്ള കീ ആണ്, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഗ്രൗണ്ട് ECM കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്ററിനെ ECM ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഇനി ഈ ഇമ്മൊബിലൈസറിന് ശേഷം എന്ത് സംഭവിച്ചു, ഇപ്പോൾ നമുക്ക് എന്താണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലുള്ള കീലെസ് സ്റ്റാർട്ട് ഉള്ള ഫംഗ്ഷൻ വന്നു. അപ്പോൾ കീലെസ് സ്റ്റാർട്ട് വരുന്ന സമയത്ത് ഇനി എന്താണ്, വേറെ കുറെ അധികം മൊഡ്യൂളുകൾ കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിന്റെ ബേസിക് ഇൻഫർമേഷൻ പഠിച്ചു. അതുപോലെ തന്നെ റിമോട്ട് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിമോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അകലെ നിന്ന് തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വാഹനത്തിന് അകത്ത് കയറിയിരിക്കണം എന്നില്ല, ബട്ടൺ പ്രസ് ചെയ്യണം എന്നില്ല, റിമോട്ട് വഴി തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് അത് എവിടെയാണ് ആഡ് ചെയ്യപ്പെട്ടത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഇൻഫർമേഷനിൽ നിന്നാണ് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ആഡ് ചെയ്യപ്പെട്ടത്. അപ്പൊ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് പുതിയ പുതിയ ടെക്നോളജി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും സ്റ്റാർട്ടർ മോട്ടറിന്റെ ഈ ഫംഗ്ഷൻ അതുപോലെ തന്നെ ഉണ്ട്, അതിനൊന്നും മാറ്റമില്ല. അപ്പം ബാക്കി വരുന്നത് എവിടെയാണ്, ഈ കൺട്രോൾ സർക്യൂട്ടിലാണ് ബാക്കിയുള്ള മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വയറിംഗ് ഡയഗ്രത്തെ നമുക്ക് ആക്ച്വൽ വയറിംഗ് ഡയഗ്രത്തിലേക്ക് കൊണ്ടുപോയി നമുക്ക് മനസ്സിലാവും എന്താണ് ഇൻപുട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എഞ്ചിൻ ക്രാങ്ക് ആവാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്റ്റാർട്ടർ മോട്ടോർ വർക്ക് ആവാത്തത്, എന്തൊക്കെ ഇൻപുട്ടുകൾ കിട്ടിയാൽ മാത്രമേ ഈ ECM ഈ സ്റ്റാർട്ടർ റിലേ കൺട്രോൾ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഇത്തരം ഇൻഫർമേഷനുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു സിസ്റ്റം ഡയഗ്നോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ എന്ത് പറയാം, സിംറ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അതായത് എഞ്ചിൻ ക്രാങ്ക് ആവുന്നുണ്ടോ, എഞ്ചിൻ ക്രാങ്ക് ആവുന്നില്ലെങ്കിൽ എന്തൊക്കെ ക്രാങ്ക് ആവാതിരിക്കാനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും, ചെക്ക് ചെയ്യാതെ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. കീ സിലിണ്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ, കീ ഓക്കെ ആണോ, കീ പ്രോഗ്രാംഡ് ആണോ, അതല്ലെങ്കിൽ അതിന്റെ റിലേ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിന് എന്ത് വേണം, എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ അറിവിനെ വയറിംഗ് ഡയഗ്രത്തിലേക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ ഏത് വയറിംഗ് ഡയഗ്രം പഠിക്കുകയാണെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അതിനു മുൻപ് ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ കോമ്പോണൻസ് ഉണ്ട്, ആ കോമ്പോണൻസുകൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, ആ കോമ്പോണൻസുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ കോമ്പോണന്റുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആ സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ വയറിംഗ് ഡയഗ്രം ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെ ബോർഡിൽ കാണുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തോന്നാം, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നാം. പക്ഷെ എന്താണ് പ്രശ്നം, ആക്ച്വലി വെഹിക്കിൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും, ബാറ്ററി ഇരിക്കുന്നത് എഞ്ചിൻ റൂമിൽ, അല്ലെങ്കിൽ അതിന് കൂടെയുള്ള ഫ്യൂസുകൾ ഇരിക്കുന്നത് എഞ്ചിൻ റൂമിൽ, അല്ലെങ്കിൽ ഡാഷ്ബോർഡിന് താഴെ കീ സിലിണ്ടർ ഇരിക്കുന്നത് സ്റ്റിയറിംഗ് കോളത്തിൽ, ഇതിന്റെ റിലേ ഇരിക്കുന്നത് വേറൊരു ഭാഗത്ത്, സ്റ്റാർട്ടർ മോട്ടർ ഇരിക്കുന്നത് വേറൊരു ഭാഗത്ത്, ഇങ്ങനെ പല കോമ്പോണൻസ് പല സ്ഥലങ്ങളിലായതുകൊണ്ട് തന്നെ ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏത് സിസ്റ്റത്തിനാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മനസ്സിലാക്കി അത് ഇന്ന രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് ബാറ്ററിയിൽ നിന്ന് അടുത്ത ഏത് ഭാഗത്തേക്ക് പോയി, ആ കോമ്പൗണ്ടിൽ നിന്ന് അടുത്ത ഏത് കോമ്പൗണ്ടിലേക്ക്, ആ കോമ്പൗണ്ടിൽ നിന്ന് അടുത്ത ഏത് കോമ്പൗണ്ടിലേക്ക്, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കത് അനലൈസ് ചെയ്യാനും
അതുപോലെ തന്നെ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സിംറ്റം, ഈ കാറ് എന്ത് സിംറ്റം ആണ് അതിൽ എക്സിബിറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഏതൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നും ഒന്നും ചെക്ക് ചെയ്യാതെ തന്നെ ഈ സിംറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പനിയാണ് തലവേദനയാണെന്ന് പറയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ, അതല്ലെങ്കിൽ സ്കാൻ ചെയ്യണോ, അതല്ലെങ്കിൽ ഈ മെഡിസിൻ കഴിച്ചാൽ മതിയോ എന്ന് ഡോക്ടർ തീരുമാനിക്കും നമ്മൾ പറയുന്ന സിംറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് സിംറ്റം മനസ്സിലാക്കുന്നു ആ സിംറ്റം അനുസരിച്ചാണ് നമ്മൾക്ക് അത് എളുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോ സിസ്റ്റത്തെ കുറിച്ചും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു ബേസിക് ആയിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി ഏത് ടെക്നോളജി വന്നാലും അത് അതിന്റെ ഏറ്റവും ബേസിക് വെർഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ടെക്നോളജി മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാത്തിന്റെയും ബേസിക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അതിന്റെ അഡ്വാൻസ് ടെക്നോളജി മനസ്സിലാക്കും. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ആക്ച്വൽ വയറിംഗ് ഡയഗ്രാം എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നും ഓരോരോ വയറിംഗ് ഡയഗ്രമായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനകത്ത് ഓരോ തരത്തിലുള്ള ഡയഗ്നോസിസ് നമുക്ക് സ്വയം നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടർ മോട്ടറിന്റെ ഫംഗ്ഷനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റാർട്ടർ മോട്ടറിന്റെ സർക്യൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.